എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. നമുക്ക് കുറച്ചു നേരം പ്രാർത്ഥിക്കാം. മക്കളെ, കർത്താവ് വലിയ ഈ ധ്യാനം നിങ്ങൾ ഒരു 3-4 പ്രാവശ്യം യൂട്യൂബിൽ കൂടണേ. കാര്യം നമ്മൾ ഒരിക്കലും വെളിപ്പെടുത്താത്ത ദൈവിക രഹസ്യങ്ങൾ ഇതിലുണ്ട്. ആ വചനങ്ങളെല്ലാം നിങ്ങൾ ഓർത്തോർത്ത് നോക്കണം, കേട്ടിട്ട് ബോധപൂർവം പഠിക്കണം. എങ്ങനെ ഒരു ദൈവം എങ്ങനെയാണ് സ്ഥിതി ചെയ്യണത്? ദൈവം നാമത്തിലാണ്. നാമത്തിൽ എന്തെല്ലാം ഉണ്ട്? ജ്ഞാനവും ശക്തിയും ഉണ്ട്. ഈ ശക്തിയും നാമവും ഈ ശക്തി നമ്മളിലേക്ക് എങ്ങനെയാണ് വരണത്? ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ. ദൈവത്തിൻ്റെ നാമത്തെ എങ്ങനെ മഹത്വപ്പെടുത്തും? ദൈവം ഏൽപ്പിച്ച ജോലി വചനത്തിൽ പൂർത്തിയാക്കുമ്പോഴും വചനത്തിൽ നിലനിൽക്കുമ്പോഴും. വചനത്തിൽ എങ്ങനെ നിലനിൽക്കും? അത് വാക്കുകൊണ്ടല്ല, അത് പ്രവൃത്തി കൊണ്ടാണ്. ഉടമ്പടി ജീവിതമാണ്. ശ്രദ്ധിക്കട്ടെ. ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. നമ്മളിപ്പോഴേ നമ്മുടെ ജീവിത അവസ്ഥകൾ ഇപ്പോൾ കർത്താവ് കാണിച്ചു തരുന്നത് സ്വകാര്യ ഭാഗം ക്യാൻസർ വന്നിരിക്കുന്ന വ്യക്തിയെ കാണിച്ചു തരികയാണ്. ആ വ്യക്തിയെ കർത്താവിന് അങ്ങനെയുള്ള വ്യക്തികളെ, അതായത് പ്രൈവറ്റ് ഭാഗങ്ങളിലെ ഗുരുതരമായ മാരകരോഗമുള്ളവരെ കർത്താവ് വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് സുഖപ്പെടുത്താൻ വേണ്ടി ശക്തമായി സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാണ് സ്വകാര്യ ഭാഗങ്ങളിലുള്ള ക്യാൻസർ രോഗങ്ങളും മാരക രോഗങ്ങളും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകിക്കൊണ്ട് ഈശോ പൂർണ്ണമായ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സൗഖ്യപ്പെടുത്തട്ടെ. ശ്രദ്ധിക്കട്ടെ. തള്ളവിരലിലെ ഒരു പരുവ് പോലെ വന്നു. അപ്പോൾ അതൊരു കുരുവാണെന്ന് വിചാരിച്ചു. അത് നമ്മൾ പൊട്ടിച്ചൊക്കെ കളഞ്ഞു, പുറത്തു, പിന്നെയും പഴുത്തു, പിന്നെ അത് വലുതായി. ഇപ്പോൾ തള്ളവിരലിൻ്റെ കുറേ ഭാഗങ്ങൾ തന്നെ അത്രയും പഴുത്തിരിക്കുകയാണ്. അത് കുരുവല്ല, ഒരു ഗുരുതരമായ രോഗമാണ്. കർത്താവ് വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രോഗസൗഖ്യത്തിന് നന്ദി പറയുന്നു. സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. മക്കളെ, ഓൺലൈനുള്ളവരും തീർത്ഥാടനത്തിലുള്ളവരും സന്തോഷത്തോടെ നിൽക്കാൻ കർത്താവ് പറയുന്ന ഓൺലൈനുള്ളവരും തീർത്ഥാടനത്തിലുള്ളവർ ഇപ്പോഴും ഈശോ കാണിക്കുന്നത് മൂക്കിൻ്റെ വലത് വശത്ത് ഉള്ളിൽ ദശ വളരുന്ന വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. അതുപോലെ ദശ വളരുന്നവർ, സിസ്റ്റുള്ളവരൊക്കെ ആ ശരീരഭാഗത്ത് ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറയണം, എൻ്റെ കൈയല്ല, എൻ്റെ കർത്താവിൻ്റെ, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ, എനിക്ക് വേണ്ടി ഉയർത്തുന്നതിൻ്റെ കർത്താവിൻ്റെ ആണിപ്പെടുതാർന്ന മരണത്തെ ജയിച്ച കൈകളാണ് ഞാൻ ഈ പരുവിന് വെച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ക്രിസ്തുവിന്റെ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില് മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവ് കാണിക്കുന്ന ഇപ്പോഴുള്ള ദർശനമുള്ള സമയത്തുള്ള രോഗങ്ങളിൽ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് ദർശനം തീരുമ്പോൾ നമ്മൾ പൊതുവായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന 2 രോഗങ്ങളാണ് ഈശോ കാണിക്കുന്നത്.
ഒന്ന് വലത് ബ്രസ്റ്റിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ആ ചിലപ്പോൾ ഹാർട്ടിൻ്റെ അസുഖമുള്ളവരായിരിക്കാം. ആണുങ്ങളാണെങ്കിൽ വലത് നെഞ്ചിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ സോറിയാസിസ് ഒക്കെ ഉണ്ടായിട്ട് തലയിലെ മുടിയെല്ലാം ഇങ്ങനെ തലയുടെ അകത്ത് ഈ പാടകളെ മുടിച്ചുവട്ടിലെ തലയുടെ പാടകൾ പൊളിഞ്ഞിങ്ങനെ മലർന്നൊക്കെ ഇരിക്കുന്ന വിസർപ്പ രോഗികളെ കാണിക്കുന്നുണ്ട്. കർത്താവ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ രക്തം സ്വർഗീയ ഔഷധം വിസർപ്പ രോഗികളുടെ മേൽ ഉച്ചി മുതല് ഉള്ളംകാല് വരെ ദിവ്യ രക്തത്താൽ വിസർപ്പ രോഗികള്, ഹൃദയ രോഗികള് യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പൊ കർത്താവ് മനസ്സിൽ തന്ന വചനം എന്താണെന്നറിയാവോ? സെന്റ് പീറ്ററിന്റെ വചനങ്ങളാണ്. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പറഞ്ഞേ, അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ ഔദാര്യമല്ല, ദൈവത്തിന്റെ, മറിച്ച് എന്താണ്? അവകാശമാണ്. അതാണ് സെന്റ് പീറ്റർ പറയണത്. അനുഗ്രഹം പറഞ്ഞേ, അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ. അപ്പൊ ആ ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. അവകാശികളാണെങ്കിൽ ഇപ്പൊ നീ എന്താണ് ദൈവത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അത് നിൻ്റെ കുഞ്ഞുങ്ങൾ നീ തന്നെ ജീവിക്കാനും. ഇപ്പം നിനക്ക് ജീവിത പങ്കാളിയില്ല, അല്ലെങ്കിൽ നിൻ്റെ ജീവിത പങ്കാളി വഴക്കിട്ട് പോയിരിക്കുന്നു, അല്ലെങ്കിൽ നിനക്കത് കേസ് കൊടുത്തിരിക്കുന്നു. പക്ഷെ നീ ജീവിത പങ്കാളിക്ക് അവകാശിയാണ്, അവകാശമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അത് അനുഗ്രഹമാണ്. നീ കുഞ്ഞുങ്ങളില്ല നിനക്ക്, പക്ഷെ അനുഗ്രഹം അട്ടേക്ക് വേടപ്പോഴും അനുഗ്രഹം അവകാശമാക്കാൻ ശ്രദ്ധിക്കട്ടെ. പത്രോസ് 3:9 അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി പറഞ്ഞേ, അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ഇതൊരു ബോധ്യമാകണം നിങ്ങൾക്കൊരു ബോധ്യമാകണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി, പിന്നെ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് വീടില്ല. ഇപ്പം ചിലർ എൻ്റെ അടുത്ത് എഴുതി തരും, അച്ഛാ വീടുമില്ല സ്ഥലവുമില്ല. എന്താ അവരിങ്ങനെ ഇറങ്ങി എഴുതി തരണത്? അഴുതി വീടില്ല സ്ഥലവുമില്ല. ഞാൻ സന്തോഷത്തോട് ചിരിച്ചുകൊണ്ട് വാങ്ങിക്കും. എന്താ കാര്യം? ഇത് രണ്ടും അമ്മയുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അവളോട് പറയും, മര്യാദയ്ക്ക് ജീവിച്ചോ, കർത്താവിൻ്റെ വചനം ജീവിച്ചോ, സുവിശേഷം ജീവിച്ചോ, കർത്താവിന് വേണ്ടി നോക്കിപ്പാർത്തോ, അവൻ ഏത് സമയത്തും അനുഗ്രഹമായി വരും. കാര്യം നിനക്ക് അവകാശമുണ്ട്. നിനക്ക് അവകാശമുണ്ടാകാൻ വേണ്ടിയാണ് കർത്താവ് നിനക്ക് വേണ്ടി നിന്നെ വിലക്ക് വാങ്ങിയിരിക്കുന്നത്. അവൻ്റെ രക്തത്താൽ നിലയ്ക്ക് വിലക്ക് വാങ്ങിയവരാണ്. ഒന്ന് കുറേ 6:20 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. 1 കൊരിന്തോസ് 6:20 നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആര് വിലക്ക് വാങ്ങി? നമ്മളെ ക്രിസ്തു വിലക്ക് വാങ്ങി. എങ്ങനെ വിലക്ക് വാങ്ങി? നമ്മുടെ പാപത്തിന് അവൻ പരിഹാരം ചെയ്തുകൊണ്ട്. അതുകൊണ്ട് എന്താണ് പരിശുദ്ധാത്മാ പറയണത്? നമ്മൾക്ക് യേശുക്രിസ്തുവിനെ പോലും നമ്മുടെ വിലയായി കൊടുത്തുകൊണ്ടവൻ നമ്മൾക്ക് നമ്മുടെ സമാധാനത്തിന്, സന്തോഷത്തിന്, ജീവിതത്തിന്, നിലനിൽപ്പിന്, അതിജീവനത്തിന് വേണ്ടി ദൈവം ചെലവഴിച്ചത് എന്താണ്? പണമല്ല, അവൻ്റെ ഏകജാതനെയാണ്. ഏകജാതനെ നൽകാൻ തക്ക വിധം അത് ചെലവഴിക്കാൻ കാരണം എന്താണ്? ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിച്ചു. ശ്രദ്ധിക്കട്ടെ. നമുക്ക് ദൈവത്തോട് എന്തും ചോദിക്കാം. എന്താ കാര്യം? അതായത് നമുക്ക് യേശുക്രിസ്തു നൽകിയവൻ 8:32 ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ പക്ഷാപരത്തോടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ
റോമ 8:32. റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിൻ്റെ അകത്തൊരു സമസ്തവും എന്നുള്ള വാക്കുണ്ട്. അതായത് നമുക്ക് യേശുക്രിസ്തുവിനെ നൽകിയവൻ അവനോടുകൂടെ സമസ്തവും. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ ഈഹത്തിലും പരത്തിലുമുള്ള എല്ലാ വിഷയങ്ങളും എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് നിനക്ക് എന്തും ചോദിക്കാൻ ദൈവത്തോട്. നിൻ്റെ ആത്മീയ നന്മയ്ക്ക് ഉപകരിക്കുന്നത് കൂടി ആയിരിക്കണമെന്നേ ഉള്ളൂ. അല്ല, നിന്നെ ആത്മാവ് നഷ്ടപ്പെടുത്തി പോണ കാര്യം ദൈവത്തോട് ചോദിക്കരുത്. നിൻ്റെ ദൈവിക ജീവനെ നിലനിർത്തി പരിപോഷിപ്പിക്കാൻ ഉതകുന്ന എന്തും ദൈവത്തോട് ചോദിക്കാം. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അകത്ത് ജോലിയും വീടും വിവാഹവും നിത്യജീവൻ വരെയുള്ള എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുന്നത്. ധൈര്യമായിട്ട് അത് നിൻ്റെ അവകാശമാണെന്ന ബോധത്തിൽ ചോദിക്കാൻ മക്കൾക്കടുത്ത വിശുദ്ധിയോടെയും സ്നേഹത്തോടെയും ചോദിക്കാം. ശ്രദ്ധിക്കട്ടെ. നാമത്തിൽ കർത്താവേ,